ഇന്ത്യൻ തൊഴിലാളികളുടെ മൗലികമായ എല്ലാ അവകാശങ്ങളും പുതുതായി പാസാക്കിയ ലേബർ കോഡ് വഴി നിഷേധിക്കപ്പെടുകയാണ്. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. 2019 മുതൽ BJPയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള BMS ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കോഡ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് 6 ദേശീയ പണിമുടക്കുകൾ നടത്തി. മാധ്യമപ്രവർത്തകരെയും ബാധിക്കുന്ന പ്രശ്നമാണ്, പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ പാർലമെന്റ് പാസാക്കിയ ലേബർ കോഡുകൾക്ക് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തിട്ടില്ല. അത് ഈ ബംഗാൾ, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കണക്കാക്കിക്കൊണ്ടാണ് ചട്ടങ്ങൾ പ്രഖ്യാപിക്കാത്തത്. തൊഴിലാളികളുടെ മൗലിക അവകാശമായിട്ടുള്ള ട്രേഡ് യൂണിയൻ രൂപീകരണം, കൂട്ടായ വിലപേശൽ, മിനിമം വേതനം തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ അവകാശങ്ങളും പുതിയ ലേബർ കോഡ് വഴി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ തൊഴിലാളികൾ അടിമ സമാനമായി ഫാക്ടറികളിൽ ജോലി ചെയ്യേണ്ടി വരും. ILO അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളെല്ലാം മോദി സർക്കാർ കാറ്റിപ്പുറത്തിരിക്കുകയാണ്. മിനിമം വേതനം എന്ന തത്വം പോലും കാറ്റിൽ പറത്തി. ഒരു വ്യവസായശാലയിലും സ്ഥിരം ജോലി എന്ന വ്യവസ്ഥ മേലിലുണ്ടാവില്ല. ലോകത്ത് ഒരു രാജ്യത്തും കാണാത്ത തൊഴിലാളി വിരുദ്ധ നിയമങ്ങളാണ് മോദി സർക്കാർ പാസാക്കിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ ഈ 10 ദേശീയ ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയെ ഒന്നിച്ചാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഭാരതീയ ന്യായ സംഹിത എന്നാണ്, BNS. അതിലാണെങ്കിൽ ഫാക്ടറിയുടെ മുന്നിൽ ഒത്തുചേർന്നുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിയാൽ ക്രിമിനൽ കുറ്റമായി കാണുന്നു. അത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ വെച്ചുകൊണ്ടുള്ള കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മളെല്ലാ ഫാക്ടറികളുടെ മുമ്പിലും തൊഴിലാളികൾ മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ അത് ആ നിലയിൽ വരികയാണ്. ചുരുക്കത്തിൽ ഇന്ത്യയിൽ അടിമ സമാനമായിട്ടുള്ള ഒരു തൊഴിൽ സാഹചര്യം നിലനിൽക്കുകയാണെന്ന് പറയുകയാണ്. 10-ാം തീയതി ഇടമരം കരിയും കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. TP രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത്, KP രാജേന്ദ്രൻ പാലക്കാട്, EP ജയരാജൻ കണ്ണൂർ, TK ആഞ്ചലോ കൊല്ലം, ജയചന്ദ്രൻ ഇടുക്കി, ആനാവൂർ നാഗപ്പൻ ആലപ്പുഴ, വത്സൻ പനോളി തൃശ്ശൂർ, KN ബാലഗോപാൽ കോട്ടയം, KM ദിനകരൻ മലപ്പുറം, KV വസന്തകുമാർ കാസർഗോഡ്, ചിറ്റയും ഗോകുമാർ പത്തനംതിട്ട, KK ദിനേശൻ വയനാട്, അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് എറണാകുളം. ഈ ലേബർ കോഡ് PM3 പോലെ ഇട്ട് തട്ടിക്കളിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കൺകറന്റ് ലിസ്റ്റിലാണ് തൊഴിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 7-ാം പട്ടികയിലെ കൺകറന്റ് ലിസ്റ്റിൽ തൊഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ തൊഴിലും വ്യവസായ ബന്ധങ്ങളും സംബന്ധിച്ച വിഷയങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമം ഉണ്ടാക്കാം. അപ്പം ലേബർ കോഡിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റിന് നിയമസഭയിൽ നിയമങ്ങൾ നിർമ്മിക്കാം. അതിനാൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനാപരമായ വ്യവസ്ഥകൾ വിധേയമായി തൊഴിൽ വിഷയങ്ങളിൽ നിയമങ്ങൾ പാസ്സാക്കുകയോ ഭേദഗതികൾ കൊണ്ടുവരികയോ ചെയ്യാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്ക് ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര BJP ഗവൺമെന്റിന്റെ ലേബർ കോഡിൽ പറഞ്ഞിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായിട്ട് സംസ്ഥാന ഗവൺമെന്റ് തന്നെ നിയമം നിർമ്മിക്കാം. കേരളത്തിൽ തന്നെ അതിന് ഉദാഹരണമുണ്ട്. 1974 കാർഷിക തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡുകളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ രൂപീകരിച്ച ഒരു ചരിത്രം നമുക്ക് കേരളത്തിലുണ്ട്.